പഴയ കാലത്തെ സിനിമകൾ അല്ലെങ്കിൽ സിനിമകളുടെ പേരുകൾ ഇപ്പം ആ കഥയുമായി ബന്ധമില്ലാത്ത സിനിമകൾക്ക് ഇടാറുണ്ട്. ഇപ്പം പുതിയ അതിൻ്റെ നിയമം എന്താണ് ശരിക്കും? ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തു, സ്പാനിഷ് മസാല എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. മറ്റൊരാൾക്ക് വീണ്ടും ഈ പേര് എപ്പോൾ ഉപയോഗിക്കാം? കോപ്പിറൈറ്റ് നിയമപ്രകാരം ഇങ്ങനെ പേരിനുള്ള പേര് സംരക്ഷിക്കാനോ അല്ലെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു വ്യവസ്ഥയില്ല കോപ്പിറൈറ്റ് നിയമത്തിന് ഉള്ളിൽ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഫിലിം ഈ ചേംബർ ഈ ഫിലിം ചേംബറിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ രജിസ്ട്രേഷനുള്ള ഒരു വ്യവസ്ഥയുണ്ട്. പക്ഷേ അതിന് നിയമപരമായ പിൻബലം ഒന്നുമില്ല. പക്ഷേ അത് ഇതിൻ്റെ ഫിലിം ഇൻഡസ്ട്രിയുടെ റെഗുലേഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വ്യവസ്ഥ മാത്രമാണ്. പക്ഷേ ഇതിന് മറ്റൊരു രീതിയിൽ സംരക്ഷിക്കാവുന്ന ഒരു നിയമം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതായത് ഇത്തരം പേരുകൾ ഇന്ത്യൻ ട്രേഡ് മാർക്സ് ആക്ട് പ്രകാരം ഒരു ട്രേഡ് മാർക്കായിട്ട് രജിസ്റ്റർ ചെയ്യാം. ട്രേഡ് മാർക്കായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ അവകാശം അതിൻ്റെ ട്രേഡ് മാർക്ക് ഓണർക്കായിരിക്കും. ഒരു ഉദാഹരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഷോലെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൾട്ട് ഫിലിമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു സിനിമയാണ്. ഈ ഷോലെ എന്നുള്ള സിനിമയുടെ പേര്, അതേപോലെ അതിലുള്ള നമ്മുടെ എല്ലാ മനസ്സിലിപ്പോഴുള്ള ഗബ്ബർ സിംഗ് എന്നുള്ള ആ ക്യാരക്ടർ, ഈ രണ്ട് പേരുകളും ഷോലയുടെ കോപ്പിറൈറ്റ് ഉടമസ്ഥന്മാർ ട്രേഡ് മാർക്കായിട്ട് രജിസ്റ്റർ ചെയ്ത് സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേര് ഉപയോഗിച്ച് മറ്റൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ അവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. അതിന് ഉദാഹരണമാണ് ഷോലെ എന്നുള്ള സിനിമ പുനരാഖ്യാനം ചെയ്തുകൊണ്ട് രാം ഗോപാൽ വർമ്മ ഒരു സിനിമ പ്രഖ്യാപിച്ചപ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതിനെതിരെ ഷോലയുടെ കോപ്പിറൈറ്റ് ഉടമസ്ഥന്മാർ കോടതിയെ സമീപിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ഈ സിനിമ ഞങ്ങളുടെ അതിൻ്റെ പകർപ്പവകാശം ഞങ്ങളുടെ കയ്യിലാണ്, അതേപോലെ ഇതിൻ്റെ ഈ പേര് ഷോലെ എന്ന പേര്, അതേപോലെ ഗബ്ബാർ സിംഗ് എന്നുള്ള ക്യാരക്ടറിൻ്റെ പേര്, ഇത് ഞങ്ങൾ ട്രേഡ് മാർക്കായിട്ട് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ അതിൻ്റെ അവകാശികളാണ് എന്നായിരുന്നു. കോടതി ആ വാദം അംഗീകരിക്കുകയും ഈ രീതിയിലുള്ള ഈ സിനിമ ഈ പേര് ഉപയോഗിക്കരുതെന്നും അതേപോലെയുള്ള ഇതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേര് ഒന്നും പുതിയ സിനിമയിൽ ഉപയോഗിക്കരുതെന്ന് പറയും. അത് രാം ഗോപാൽ വർമ്മ അംഗീകരിച്ച സിനിമയുടെ പേര് മാറ്റി അത് കോടതിക്ക് പുറത്ത് വെച്ച് അത് ഒത്തുതീരുകയും ചെയ്തു. അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ്റെ കാലാവധി 10 വർഷമാണ്. 10 വർഷം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 10 വർഷത്തേക്ക് പുതുക്കിക്കൊണ്ട് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് 10 കൊല്ലം കഴിഞ്ഞാൽ പേര് ഉപയോഗിക്കാം. ഈ ട്രേഡ് മാർക്ക് രജിസ്റ്റർ നമുക്ക് സൗത്ത് ഇന്ത്യയിലുള്ള ഇത്തരം പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് മദ്രാസിലാണുള്ളത്. അപ്പോൾ ഈ ടൈറ്റിൽ രജിസ്ട്രേഷന് വരുന്നവർ പഴയ എസ്റ്റാബ്ലിഷ് ടൈറ്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഭരതൻ സാറിൻ്റെ രതി നിർവേദം അതൊരു എസ്റ്റാബ്ലിഷ് ടൈറ്റിലാണ്. ആ ടൈറ്റിൽ ആവശ്യപ്പെട്ട് ആരെങ്കിലും വന്നാൽ ചേംബറിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു എക്സ്ട്രോർഡിനറി ഹിറ്റായിട്ട് പോയ പഴയ പടങ്ങൾ ആ ടൈറ്റിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആ പഴയ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് ഒരു നോ ഒബ്ജക്ഷൻ മേടിക്കണമെന്ന് നമ്മൾ പറയാം. എക്സാമ്പിൾ, എൻ്റെ മനുഷ്യമൃഗം അതിപ്പോൾ അടുത്ത കാലത്ത് വന്നു. എൻ്റെ അന്ന് ജയൻ മരിക്കുന്ന സമയത്ത് എനിക്കൊരു എക്സ്ട്രാ ഓർഡിനറി പിക്ചറായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ കയ്യിൽ വന്ന് ചോദിച്ചു, സാർ ഞങ്ങൾ മനുഷ്യമൃഗം എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു. അതുപോലെ എൻ്റെ സമ്മാനം, എൻ്റെ ബ്രഹ്മചാരി, എൻ്റെ ഒത്തിരി പടങ്ങൾ, പഴയ പടങ്ങളുടെ ടൈറ്റിൽ പലരും ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നു. പക്ഷേ നിയമപരമായിട്ട് ഇതിന് യാതൊരു തടസ്സവുമില്ല. ആർക്ക് ഏത് ടൈറ്റിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പണ്ട് സെൻസാറിലൊരു നിയമം ഉണ്ടായിരുന്നു. ഒരു ടൈറ്റിൽ ഉപയോഗിച്ചാൽ 10 കൊല്ലത്തേക്ക് ആ പടത്തിന് ഓടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 10 ഇയേഴ്സ് കൊടുക്കാൻ പാടില്ലെന്നൊരു നിയമം അവർ വെച്ചിരുന്നു. അങ്ങനെയാണ് നമ്മുടെ ടൈറ്റിൽ രജിസ്ട്രേഷൻ നമുക്ക് വന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു കേസ് വിധി കേരള ഹൈക്കോർട്ടിൽ വന്നപ്പോൾ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഈ ഹിന്ദി സിനിമയിലൊക്കെ വ്യാപകമായി കാണപ്പെടുന്നതാണ് ഈ സിനിമയുടെ പേര് ഉപയോഗിച്ചിട്ട് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുക എന്നുള്ളത്. കൗതുക വസ്തുക്കൾ, അതുപോലെ മറ്റ് ഈ ഡ്രസ്സുകൾ, അങ്ങനെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, ആ രീതിയിൽ ക്യാരക്ടറിനെയും സിനിമയുടെ പേര് ഉപയോഗിച്ചിട്ട് മെർക്കൻഡൈസിങ് നടത്തുക, അല്ലെങ്കിൽ വിപണനം നടത്തുക, വസ്തുക്കളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനം നടത്തുക എന്നുള്ളതും ഈ സിനിമയിലെ മറ്റൊരു സാധ്യതയാണ്. ഞാൻ 94 95 കല്യാൺജി ആനന്ദ്ജിന് ഒരു പടം എടുത്ത്, അതിൻ്റെ പടത്തിൻ്റെ നായകൻ മുകേഷാണ്, അശോകനാണ്, കല്യാണകൃഷ്ണൻ ആനന്ദകൃഷ്ണനാണ്. ചുമ്മാ ഞങ്ങൾ കല്യാൺജി ആനന്ദ്ജിന് വെച്ചു. എനിക്കൊരു ലോയർ നോട്ടീസ് വന്നു ബോംബെയിലിരുന്ന്, നിങ്ങൾ കല്യാൺജി ആനന്ദ്ജിന്ന് വെച്ചിരിക്കുക, വെദർ ആ വലിയ ക്രിയേറ്റേഴ്സാണ് അവർ രണ്ടുപേരും, മ്യൂസിക് ഡയറക്ടേഴ്സ്, അവരെ എഫക്റ്റ് ചെയ്യുന്നോ. അന്ന് പടമെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഏതോ ഒരു പത്രത്തിൽ വായിച്ചിട്ടാണ് അവർ എഴുതിയത്. പക്ഷേ ഇന്ന് ഇൻ്റർനെറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ ഏത് കോപ്പി അടിച്ചാലും നെക്സ്റ്റ് മിനിറ്റ് അവരറിയും. അങ്ങനെയാണ് അനദർ എക്സാമ്പിൾ.
ഇത്ര നാൾ ആസ്കാർ രവി എന്ന് പറയുന്ന രവിചന്ദ്രൻ ആസ്കാർ ഫിലിംസ് OSCAR എടുത്ത് ആസ്കാർ എഴുതി. അത് ഇത്ര നാളും പബ്ലിക്കും അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങയുടെ ബാനർ വളരെ പ്രബലമായിരുന്നു. പിന്നെ അയാളുടെ ദശാവതാരം വേൾഡ് വൈഡ് റിലീസായപ്പോൾ ആസ്കാർ അവാർഡ് കൊടുക്കുന്ന കമ്മിറ്റി ഉണ്ടല്ലോ, അവർ സൂട്ട് ഫയൽ ചെയ്തു. ദെൻ ഈ ചേഞ്ച് WASCAR പുള്ളി മാപ്പും പറഞ്ഞു. ഇല്ലെങ്കിൽ അയാളുടെ ഏണിങ്ങിൽ അവർക്ക് കോപ്പിറൈറ്റ് കൊടുക്കണമെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് റീമേക്കുകളുടെ കാലമാണല്ലോ. മലയാളത്തിൽ റീമേക്കുകൾ തുടങ്ങുന്നതിൻ്റെ ഒരു തുടക്കക്കാരൻ ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. നീലത്താമരയായിരുന്നു. അപ്പം നമുക്ക് നീലത്താമര ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അതിൻ്റെ റൈറ്റർ ശ്രീ MT വാസുദേവൻ നായർ സാർ ഉണ്ട്. അദ്ദേഹം തന്നെയാണത് റീമേക്ക് ചെയ്യാൻ തിരക്കഥ തിരുത്തുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പം അന്തരിച്ചു പോയ പല റൈറ്റേഴ്സിൻ്റെയും സിനിമകൾ റീമേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ്സ് ആർക്കാണ്? അതിന് അനുവാദം കൊടുക്കാനുള്ള അവകാശം ആർക്കാണ്? സിനിമയുടെ തുടക്കം അടിസ്ഥാനം എന്ന് പറയാവുന്നത് കഥ, തിരക്കഥ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതാണ്. അത് ഒരു സാഹിത്യ സൃഷ്ടിയാണ് അടിസ്ഥാനപരമായിട്ട്. ഇത് എഴുതുന്ന എഴുത്തുകാരനിൽ നിന്ന് നിർമ്മാതാവ്, ഈ സിനിമയുടെ നിർമ്മാണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നിർമ്മാതാവിന് പൂർണ്ണമായിട്ടും എഴുതി വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ ഈ സിനിമ ഇപ്പോൾ മലയാളത്തിലാണ് ഈ സിനിമ നിർമ്മിക്കുന്നതെങ്കിൽ ആ സിനിമ മലയാളത്തിലെ ഒരു സിനിമ നിർമ്മിക്കാൻ വേണ്ടി മാത്രമുള്ള അവകാശമായിട്ടും ഈ എഴുത്തുകാരന് ഇത് കൊടുക്കാം. അത് ഏത് രീതിയിലാണ് ഈ എഴുത്തുകാരനും ഈ രചയിതാവും നിർമ്മാതാവും തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് എന്നതിന് അടിസ്ഥാനമാക്കിയിരിക്കും. ഇപ്പോൾ ഈ കഥാകാരൻ ഈ ഒരു സിനിമ ഒരു വേർഷൻ എടുക്കാൻ വേണ്ടി മാത്രമുള്ള അവകാശമാണ് നിർമ്മാതാവിന് കൊടുത്തിട്ടുള്ളതെങ്കിൽ പുനർനിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ റീമേക്കിംഗ് നടത്തുമ്പോൾ എഴുത്തുകാരനിൽ നിന്ന് അതിനുള്ള അനുവാദം വാങ്ങിയിരിക്കണം. നിർമ്മാതാവിൽ നിന്നും സ്വാഭാവികമായിട്ടും വാങ്ങിയിരിക്കണം അതിനെ പുനർനിർമ്മിക്കുന്നതിൻ്റെ പേരിൽ. പക്ഷേ നിർമ്മാതാവിന് പൂർണ്ണമായ അവകാശം കൊടുക്കാനുള്ള അധികാരം വേണമെങ്കിൽ നിർമ്മാതാവ് രചയിതാവിൽ നിന്ന് ഈ കഥയുടെ പൂർണ്ണമായ അവകാശം വാങ്ങിയിരിക്കണം. ഇപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ അവകാശം പൂർണ്ണമായും നിർമ്മാതാവിന് ഇല്ലെങ്കിൽ നിർമ്മാതാവിന് ഈ റീമേക്ക് നടത്താനുള്ള അവകാശം മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള പൂർണ്ണമായ അധികാരമില്ല. സിനിമയുടെ റൈറ്റ്സ് ശരിക്ക് ഒരു പ്രോപ്പർ അഗ്രിമെൻ്റ് നിർമ്മാതാവും സംവിധായകനും എഴുത്തുകാരനുമായിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ്സ് പൂർണ്ണമായിട്ടും എഴുത്തുകാരനായിരിക്കും. ഒരു കോപ്പിറൈറ്റ് എക്സ്പ്രസ്ലി എഴുതിയിരിക്കണം കരാർ പ്രകാരം. ഇത് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ വെർഷൻ അതിന് വരാം, ഡബ് ചെയ്യാൻ പാടുമോ, അന്യഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യാൻ പാടുമോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ കരാറിൽ എക്സ്പ്രസ് ചെയ്ത് എഴുതാത്രത്തോളം കാലം അതിൻ്റെ ഓതർക്കാണ് അതിൻ്റെ മുഴുവൻ അവകാശം. അല്ലെങ്കിൽ ഈ കരാറിൽ ഓതർ എഴുതിയിരിക്കണം, ഇത് ഇന്ന കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്, ഈ കൃതി മൊഴിമാറ്റം ചെയ്യാം, അന്യഭാഷകളിലേക്ക് പുതിയ റീമേക്ക് ചെയ്യാം. ഈ കാര്യങ്ങൾ എഴുതാത്തിടത്തോളം കാലം അതിൻ്റെ പൂർണ്ണ അവകാശവും ഇതിൻ്റെ ഓതർക്ക് മാത്രമാണ്, എഴുത്തുകാരനാണ്.